നമസ്കാരം. നമുക്കിന്ന് ഡോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ഇതുവരെ നമ്മൾ ഓഡിയോ ടിപ്സിൻ്റെ സീരീസിൽ ഫുള്ള് ഒഡാസിറ്റിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായി. അപ്പോൾ നമുക്കൊരു ഡോ എടുക്കണം. അപ്പോൾ നമ്മുടെ ഓഡിയോ ടിപ്സിൻ്റെ സീരീസിലുള്ള മറ്റു വീഡിയോസും കണ്ടു നോക്കുക. ഇതുപോലുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോയിലേക്ക് വരാം. ഡോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ ലെവൽ ഓഡിയോ ആപ്ലിക്കേഷൻ. സൗണ്ട് പരമായ എന്ത് ജോലിയും അതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ മാത്രമല്ല, ഇപ്പം ഞാൻ യൂട്യൂബിൻ്റെ വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഡോയിലാണ്. ഇപ്പോൾ ഡോ കുറേ എണ്ണം ഉണ്ട്. പലതും കണ്ടാൽ ഭയങ്കര വ്യത്യാസമുള്ള പോലെയൊക്കെ തോന്നും. പക്ഷെ എല്ലാത്തിൻ്റെയും ബേസിക് കോൺസെപ്റ്റുകൾ ഒന്നാണ്. ഒരെണ്ണം പഠിച്ചാൽ എല്ലാം പഠിച്ച പോലെയാണ്. ഒരു ഡോയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം വേറൊരു ഡോയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ ചില ഡോയിൽ കൂടുതൽ ഈസി ആയിരിക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റീപ്പറാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. നല്ല ഡോകളിൽ ഏറ്റവും വില കുറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കാശൊന്നും ഉണ്ടാക്കുന്നില്ല, പഠിച്ചാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് എന്തോ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു ഡോയിനെ ഡോ ആക്കുന്നത് എന്ന് നോക്കാം. ഡോയിൻ്റെ ഏറ്റവും ബേസിക് സംഭവം നോൺ ഡിസ്ട്രക്റ്റീവ് വർക്ക് ഫ്ലോ ആണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒഡാസിറ്റി എടുത്ത് നോക്കാം. ഇത്ര എഫക്ട്സ് എനിക്ക് ഒഡാസിറ്റിയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് ആഡ് ചെയ്യണം. ഇനി എനിക്ക് മുമ്പ് ആഡ് ചെയ്ത ഒരു എഫക്റ്റ് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അതിലൊരു സെറ്റിംഗ് മാറ്റുകയോ ചെയ്യണമെങ്കിൽ ഈ ചെയ്തതിനെയൊക്കെ ഞാൻ അൺഡു ചെയ്തിട്ട് അതിൽ എന്ത് മാറ്റം എന്ന് വെച്ചാൽ വരുത്തിയിട്ട് അതിന് ശേഷം വന്ന എഫക്റ്റുകൾ ഞാൻ ആദ്യമേ ചെയ്യണം. ഇത് ഒരുപാട് സമയം എടുക്കണ പരിപാടിയാണ്. ഒരു ഡോയിൽ ഒരു ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഫക്ട്സ് ആഡ് ചെയ്യാം. ആ എഫക്ട്സിൻ്റെ ഓർഡർ എപ്പോൾ വേണേൽ മാറ്റാം. അതിൽ സെറ്റിങ്സ് എപ്പോൾ വേണേൽ മാറ്റാം. ഇപ്പം ഒഡാസിറ്റിയിൽ ഓരോ ചേഞ്ചും നമുക്ക് ആ വേവിൽ കാണാൻ പറ്റും. ബേസിക്സ് പഠിക്കുന്ന സമയത്ത് ഈ വേവിലുണ്ടാകുന്ന ചേഞ്ചൊക്കെ കാണാൻ പറ്റുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ നേരത്തെ ഒഡാസിറ്റി വെച്ച് ബേസിക്സ് ഒക്കെ കാണിച്ചു തന്നത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേവ് ഫോം കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മതി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒഡാസിറ്റിയിൽ എല്ലാം വേവിൽ തന്നെ ചെയ്തു വെച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഒരു മീഡിയ പ്ലെയറിന് പ്ലേ ചെയ്യുന്ന പ്രയാസമേ വരുന്നുള്ളൂ. പക്ഷേ ഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എഫക്റ്റെല്ലാം ആഡ് ചെയ്താലും നമ്മുടെ വേവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ എഫക്ട്സ് എല്ലാം ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് കൂടുതൽ പ്രോസസ്സിങ് പവർ വേണം. ട്രാക്കുകളുടെ എണ്ണം കൂടുമ്പോൾ എഫക്ട്സിൻ്റെ എണ്ണം കൂടും, കമ്പ്യൂട്ടറിന് കൂടുതൽ ലോഡ് കൂടും. അപ്പോൾ ഇത് ഡോയിൽ പരിഹരിക്കാനൊക്കെ പറ്റും. പക്ഷേ ഒരു ഡോ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പ്രോസസ്സിങ് പവറുള്ള കമ്പ്യൂട്ടർ വേണം. പിന്നെ ഒരു ഡോയിൽ ഒരു പ്രോജക്റ്റിൻ്റെ ടെമ്പോ, ടൈം സിഗ്നേച്ചർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഓഡിയോ ഐറ്റംസ് ഈ ടൈം ഡിവിഷൻസിലേക്ക് നമുക്ക് സ്നാപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ മ്യൂസിക് പ്രോജക്റ്റിനൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ടെമ്പോ, ടൈം സിഗ്നേച്ചർ അനുസരിച്ചായിരിക്കും നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ നേരത്ത് താളം ഒക്കെ ഇട്ട് തരുന്നത്. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഓട്ടോമേഷനാണ്. ഈ ഡോയിൽ എല്ലാ ട്രാക്കിലെയും എല്ലാ പ്രോപ്പർട്ടീസും എഫക്ട്സിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസും എല്ലാം നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം വോളിയം ആണെന്ന് വെച്ചോ, ഇപ്പം വോളിയം ഈ സമയത്ത് ഇത്രയും വോളിയം, ഈ സമയം ആകുമ്പോഴത്തേക്കും പതുക്കെ വോളിയം കൂടി ഇവിടെ വരണം, എന്നിട്ട് പിന്നെയും താഴണം. ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്കിതുപോലെ ഈ കർവ്സ് വരച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഡോയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് സൗണ്ട് കിട്ടാൻ നമ്മൾ അത് പ്ലേ ചെയ്ത് റെക്കോർഡ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പിയാനോ റോഡിൽ മ്യൂസിക് നോട്ട്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട വെർച്വൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ സിന്തസൈസർ വെച്ചിട്ട് നമുക്കതിനെ സൗണ്ടാക്കി മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മിഡി കൺട്രോളറുകൾ വെച്ചിട്ട് നമുക്ക് നോട്ട്സ് റെക്കോർഡ് ചെയ്യാനും പറ്റും. മിക്സർ പാനൽ, നോബ്സ് ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് ഒരു സമയത്ത് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൗണ്ട് കാർഡിൽ അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ കുറേ ഇൻപുട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ ട്രാക്കിൽ തന്നെ ഒരുപാട് ടേക്സ് റെക്കോർഡ് ചെയ്യാം. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനൊത്ത് സൗണ്ടിനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നോക്കിയാൽ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ കവർ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഡോ ഒന്നും ഇല്ലെങ്കിൽ റീപ്പർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സാരമില്ല, ഞാൻ റീപ്പറിൽ പറയുന്നത് നിങ്ങൾക്ക് അതിലും ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.